Good afternoon, all of you. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ പാഠമായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കേ, എന്തായിരുന്നു? പക്ഷികളിലെ ഭീമൻ അല്ലേ? ആരാണ് പക്ഷികളിലെ ഭീമൻ? ഒട്ടകപ്പക്ഷിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നമുക്ക് ഒന്നുകൂടി വായിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നലെ എടുത്തതിന്റെ ബാക്കിയായിട്ട് പഠിക്കാം. ഓക്കെ, ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തുനിന്ന് ഉയർത്തിപ്പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയിൽ, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്, പുറത്തിരിക്കുന്ന ആൾ നിലത്ത് വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയാൻ പഠിച്ചാണ് കുറച്ചുകൂടി. അപ്പോ സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷിരാക്ഷസന് ചില പ്രത്യേകതകളുമുണ്ട്. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരുതരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായി ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടത് എന്തും ഒട്ടകപ്പക്ഷി കൊത്തി വിഴുങ്ങും. ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പി കഷ്ണങ്ങൾ എന്ന് വേണ്ട ടെന്നീസ് പന്തുകൾ വരെ. ഓക്കെ, ഇത്ര പോലെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ അല്ലേ? പേജ് നമ്പർ 20 ആണ് കേട്ടോ. അപ്പോ അടുത്ത പറയുന്നത്, വലിയ പക്ഷി ആയതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത് അല്ലേ? 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. നിങ്ങൾ കോഴിമുട്ട കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ 20 കോഴിമുട്ടയുടെ വലിപ്പം ഉണ്ടാവും ഇത് ഒരു ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ടയ്ക്ക്. ഓക്കെ, രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ മുട്ടത്തോടിനും അത്ഭുതകരമായ ഫലമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. എന്താണ് ഒട്ടകപ്പക്ഷികളുടെ മുട്ടയുടെ പ്രത്യേകത? എന്താ? 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് എന്നാ പറഞ്ഞത്. അത് മാത്രല്ല, എന്താ, മുട്ടത്തോടിനും അത്ഭുതകരമായ ഒരു ഫലമുണ്ട്. സാധാരണ മുട്ട എങ്ങനെയാ വേഗം പൊട്ടു അല്ലേ? കോഴിമുട്ട എങ്ങനെയാ വേഗം പൊട്ടൂലേ? പക്ഷെ അതുപോലെയല്ല, ഇതെങ്ങനെയാ? അത്ഭുതകരമായ ഒരു ബലമുണ്ട്. എങ്ങനെയാ? 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. അത്രയ്ക്ക് കട്ടിയാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടക്ക് അല്ലെ, ഓടിന്. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു എന്ന് ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വെക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്.
എന്താ തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ബാക്കി ഒരാവശ്യത്തിലും ഈ പക്ഷികൾ തല താഴ്ത്താറില്ല. തിന്നാനും കുടിക്കാനും മാത്രമേ ഒട്ടകപ്പക്ഷി തല താഴ്ത്താറുള്ളൂ. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവ തല താഴ്ത്താറില്ല. അങ്ങനെ ഒരു ചൊല്ലുണ്ട് എന്ന്. ചിലർ ഒട്ടകപ്പക്ഷി നയം പ്രശ്നങ്ങൾ നേരിടാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു. അതായത് ഒട്ടകപ്പക്ഷി തല പൂഴ്ത്തി മണ്ണിലേക്ക് വെക്കാറുണ്ട് എന്നാ പറഞ്ഞത്. തിന്നാനും കുടിക്കാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. പിന്നെന്താ? ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപ്പക്ഷിക്ക് കൂട്ടുണ്ട്. ഏതൊക്കെയാ അത്? അണ്ടർലൈൻ ചെയ്യണേ. ആസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷിയുടെ കൂട്ടുകാരാണ്. ആരൊക്കെയാണ് ശരീരഭാരം കൊണ്ട് പറക്കാനാവാത്ത പക്ഷികള്? ഒട്ടകപ്പക്ഷി പറക്കില്ല അല്ലെ? പിന്നേതാ? ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ പക്ഷികളൊന്നും എന്ത് ചെയ്യില്ല? പറക്കില്ല അല്ലെ? അങ്ങനെയാ പറഞ്ഞത്. അപ്പോ ഒട്ടകപ്പക്ഷിയെ പോലെ പറക്കാത്ത പക്ഷികളാണ് ഇവ താഴെ പറഞ്ഞവര്. ആരൊക്കെ? ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ. ഓക്കെ. അപ്പോ ഇത്ര പോലെയാണ് ഈ പാഠം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? വലിയ പക്ഷിയായതുകൊണ്ട് തന്നെ എന്താണ്? വലിപ്പമുള്ള മുട്ടയാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത് അല്ലെ? ഒട്ടകപ്പക്ഷിയുടെ മുട്ട എങ്ങനെയാ? വലിപ്പമുള്ള മുട്ടയാണ്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരുമ്പോഴും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അത് മാത്രമല്ല, അതിന്റെ തോടിന് നല്ല ബലമുണ്ട്. അത്ഭുതകരമായ ഒരു ബലമുണ്ട്. എങ്ങനെയാ? ഒരു മനുഷ്യർ ഒരു കോഴിമുട്ടയുടെ മുകളിൽ കയറുന്നതിന്റെ അവസ്ഥ പറയണ്ട, തൊടേ വേണ്ടു അല്ലെ? അപ്പോഴേക്കെ വേണ്ടു. പക്ഷെ ഇത് 2 മനുഷ്യർ കയറി എന്നാൽ പോലും ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഉടയില്ല എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അവര് തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന്റെ അടിസ്ഥാനം. പക്ഷെ അത് നുണയാണ്. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവരങ്ങനെ ചെയ്യാറില്ല. അവര് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ മാത്രമേ തല താഴ്ത്താറുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? ശരീരഭാരം കൊണ്ട് പറക്കാനാവാത്ത പക്ഷികൾ ഏതൊക്കെയാന്നാ പറഞ്ഞേ? ആസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ അല്ലെ? അതുപോലെ ഒട്ടകപ്പക്ഷി പറക്കൂല അല്ലെ? നല്ല ഭാരമുള്ള പക്ഷിയാണ്, കൊണ്ട് പറക്കില്ല. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. അപ്പൊ പാഠം നിങ്ങൾക്ക് മനസ്സിലായോ? ഒട്ടകപ്പക്ഷിയുടെ പക്ഷികളിലെ ഭീമൻ ഒട്ടകപ്പക്ഷിയെ പറ്റിയാണ് പറഞ്ഞത്. ഒട്ടകപ്പക്ഷി എന്താ പറഞ്ഞേ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഏത്? ഒട്ടകപ്പക്ഷി. 8 അടിയോളം, അതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല അല്ലെ? അപ്പൊ എന്താ പറഞ്ഞാല്? അതിന്റെ ഉയരവും തൂക്കവും പറയുന്നുണ്ട് അല്ലെ? 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമാണ് ഒട്ടകപ്പക്ഷിക്കുള്ളതെന്ന് മനസ്സിലായി. പിന്നെന്താ പറയുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കുള്ളത് എന്താ? ദൈവം അവർക്ക് നൽകിയിട്ടുള്ളത് എന്താണ്? ആയുധം കാലുകളാണ് എന്നാ പറഞ്ഞത്. പിന്നെ അതിവേഗത്തിലോടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ എത്ര? 65 കിലോമീറ്ററിലോളം വേഗതയിൽ. അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിലാണ് ഒട്ടകപ്പക്ഷി ഓടുന്ന പറയുന്നത്. അപ്പൊ നല്ല വേഗതയിലായില്ലേ? അതുപോലെ ചില സാഹസികരായ മനുഷ്യര് ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അതത്ര സേഫ് അല്ല എന്ന് അർത്ഥം. ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് സേഫ് അല്ല. എന്തുകൊണ്ടാ? ഒട്ടകപ്പക്ഷി നല്ല വേഗതയിൽ ഓടുമ്പോൾ തന്നെ ചിലപ്പോ ബ്രേക്ക് ഇട്ട് നിർത്തും, അതുപോലെ തന്നെ കുതിച്ചു ചാടും. ഇത് രണ്ടും അപകടം വരുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് റിസ്ക് ആണ്. എന്നിരുന്നാലും സാഹസികരായ മനുഷ്യർ എന്ത് ചെയ്യും? ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശം. എവിടെയൊക്കെ അവരെ കാണപ്പെടുന്നത്? അതും അണ്ടർലൈൻ ചെയ്യാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസൻ എന്നാ പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാ ഇവരെ കാണപ്പെടുന്നത്? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലുമാണ് ആരെ കാണപ്പെടുന്നത്?
ഒട്ടകപ്പക്ഷി അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ഒട്ടകപ്പക്ഷികള് എന്താണ്? സസ്യബുക്കുകളാണെന്ന് പറഞ്ഞു അല്ലെ? സസ്യബുക്കുകളാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ? അവര് ഏത് ആഹാരം സുഗമമായ ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കണ്ണിൽ കണ്ടത് എന്തും ഒട്ടകപ്പക്ഷി കൊത്തി. ചെറിയ ടിന്നുകള്, അടപ്പുകള്, കമ്പി കഷ്ണങ്ങൾ എന്നിവ ടെന്നീസ് പന്തുകൾ വരെ അവൻ വിഴുങ്ങുമെത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ പറഞ്ഞ എന്താണ്? മുട്ട. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെ പറ്റിയാണ് അല്ലെ? എന്താണ്? 20 കോഴിമുട്ടയുടെ വലിപ്പമുണ്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾക്ക്. അത് മാത്രമല്ല അതുപോലെ കട്ടിയുമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തല പൂറ്റി വെക്കുന്ന കാര്യം, അത് എന്നാ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തല പൂറ്റി വെക്കാറില്ല, അതൊരു നയം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നാനും കുടിക്കാനുമാണ് ഒട്ടകപ്പക്ഷികള് തല താഴ്ത്താറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത പക്ഷികൾ ഒട്ടകപ്പക്ഷിയെ പോലെ തന്നെ ആരൊക്കെയാണ്? ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗിൻ അല്ലെ? ഇത് മൂന്നും പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ മക്കളെ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലേ? അപ്പോ ഇത് ആരാ ഇന്നൊന്ന് വായിക്കുന്നത്? എല്ലാവരും വായിക്കണേ. എല്ലാവരും വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു. ആര്? എഡ്വിൻ. എഡ്വിൻ സ്റ്റാർട്ട് ചെയ്തോളൂ. പാഠം 5. പക്ഷികളിലെ ഭീമൻ. ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷി രാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷെ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന് മനുഷ്യൻ സഞ്ചരിക്കാൻ കഴിയും. ഇന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചുകൊണ്ടു പോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തു നിന്നുയർത്തി പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗത്തിൽ, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് വിഷമമാണ്. നല്ല വേഗത്തിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്. പുറത്തിരിക്കുന്ന ആൾ നിലത്തു വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. സഹാറ മരുഭൂമിയിലും തെക്കുള്ള തുറസായ പ്രദേശത്തു കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിൽ കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസന് പല പ്രത്യേകതകളുമുണ്ട്. ഇത്രയും വലുപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾക്ക് സസ്യബുക്കുകളാണ്. ഒരു തരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായി ആമാശയത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി ഒട്ടകപ്പക്ഷികൾക്ക്
ഒട്ടക പക്ഷികൾ ചരൽ കല്ലുകളും കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽ കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടതെന്തും ഒട്ടക പക്ഷി കൊത്തി വിഴുങ്ങും. ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പി കഷ്ണങ്ങൾ എന്നുവേണ്ട ടെന്നീസ് പന്തുകൾ വരെ അവൻ ഇങ്ങനെ വിഴുങ്ങുമത്രേ. വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടക പക്ഷിക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ ബലമുണ്ട്. 2 മനുഷ്യൻ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടക പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടക പക്ഷി തല മണ്ണിൽ പൂഴ്ത്തിവെക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന്റെ അടിസ്ഥാനം. പക്ഷേ അത് വെറും നുണയാണ്. തിന്നുവാനും കുടിക്കുവാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടക പക്ഷികൾക്ക് കൂട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കനായ റിയ, പെൻഗിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടക പക്ഷിയുടെ കൂട്ടുകാരനാണ്. ഓക്കെ, നെക്സ്റ്റ് ആദിത്യൻ സുനിൽകുമാർ. ഞാൻ വായിച്ചിട്ടാ. ആരാ? ഇവിടെയല്ല, ഇവിടെ തൊട്ടുള്ള പാടവഞ്ചോട്ടെല്ലാം ചോദിച്ചേ. പാടവഞ്ചോട്ടെല്ലാം പാഠം 5 പക്ഷികളിലെ ഭീമൻ. പാഠം 5 പക്ഷികളുടെ ഭീമൻ. പക്ഷികളിലെ ഭീമൻ. ഒരു മനുഷ്യന് ഒട്ടക പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും അല്ലേ? കാഴ്ചയാണ്. മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല. സ്ട്രക്കായോ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികള് വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും. ഓക്കെ, അടുത്ത ദിവസം വരുമ്പോ ആദ്യത്തെ നല്ലപോലെ വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് കെ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. അവിടുന്ന് അങ്ങോട്ട് ആദ്യത്തെ വായിച്ചതിന് ശേഷം. ഈ ലോകത്ത് ജീവിച്ചിരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കേൾക്കുന്നില്ലല്ലോ മോനെ.
പക്ഷിയാണോ ഒട്ടകപ്പക്ഷി? ഏഞ്ചൽ മുഹമ്മദേ ക്ലിയർ നോട്ട് ക്ലിയർ. പറഞ്ഞോ, വായിച്ചോ. ഈ ലോകത്ത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഇന്ന് ഇന്ന് ലോകയാണ് ഒട്ടകപ്പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവും ഉള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തു നിന്നുയർത്തി പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയിൽ, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്ന. ഇത്രയും വേഗതയിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്കിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്. പുറത്തിരിക്കുന്ന ആൾ നിലത്ത് വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. സഹാറ മരുഭൂമി. മുഹമ്മദേ, നെക്സ്റ്റ് ആരാ? ഷഹബാസ്. ഷഹബാസ് വായിച്ചേ. പ്രശ്നങ്ങളെ സവാരി ചെയ്യാറുണ്ട്. അടുത്ത വായിക്ക്. സഹാറ മരുഭൂമിയുടെ തൊട്ടല്ലേ? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസ്സായ പ്രദേശത്തു കിഴക്കാഫ്രിക്ക യിലും സംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷിരാക്ഷസൻ പല പ്രത്യേകതകളുമുണ്ട്. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരു തരം പുൽച്ചെടികളാണ് ഇവരുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായി ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കാണുന്നതു ഒട്ടകപ്പക്ഷി കൊത്തി വിഴുങ്ങും. ചെറിയ ടിന്നുകൾ
അടപ്പുകൾ, കമ്പിക്കഷ്ണങ്ങൾ എന്നും വേണ്ട. ടെന്നീസ് പന്തുകൾ കിട്ടിയില്ലെങ്കിൽ ടെന്നീസ് പന്തുകൾ വരെ അവൻ വിഴുങ്ങുമത്രേ. നെക്സ്റ്റ് ഹന്ന റോസ്. ഹന്ന. വലിയ പക്ഷി ആയതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടക പക്ഷിക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ ബലമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചില ഒട്ടക പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടക പക്ഷി തല മണ്ണിൽ വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടക പക്ഷിക്ക് കൂട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടക പക്ഷിയുടെ കൂട്ടുകാരനാണ്. ഓക്കെ, നെക്സ്റ്റ് നയന വായിച്ചേ ഫസ്റ്റ് മുതല്. റോബോട്ട് പറയുന്നുണ്ട്. നയന വായിച്ചേ, അതെന്തോ മിസ്സേ, ഞാന് ഇന്നലത്തെ ബുക്ക് മാത്രം എടുത്തോളായിരുന്നു. ഞാനിപ്പോ ഇവിടെ പാടിച്ചാലാണ് മിസ്സേ ചീമേനിന്ന്. ഇന്നത്തെ ബുക്ക് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നോണ്ട് ഇന്നത്തെ ബുക്ക് എടുത്തില്ലായിരുന്നു. നെക്സ്റ്റ് ജോസി. മിസ്സേ ഫസ്റ്റ് തൊട്ടാണോ അത് ഇന്നലെ വായിച്ചത് അവര് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് തൊട്ട്. പാഠം 5. പക്ഷികളിലെ ഭീമൻ. ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും, അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് മനുഷ്യന്റെ സഫാരി ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് വേറെ ആളാണ് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ അടുത്ത വായിച്ചേ, അതിൽ നിന്ന് ബാക്കിയായിട്ട് വായിച്ചേ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തു നിർത്തി പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷികൾക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയിൽ, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്കിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്.
പുറത്തിരിക്കുന്ന ആൾ നിലത്ത് വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഏബൽ ബിനോയ് സ്ട്രക്ക് ആണോ? ഏബൽ, ഏഞ്ചലും സ്ട്രക്ക് ആണെന്ന് തോന്നുന്നു. ഏബൽ ബിനോയ് വായിച്ചോ. ലക്ഷ്മിപ്രിയ വായിച്ചതിന്റെ ബാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സഹാറ മരുഭൂമിയുടെ നിങ്ങൾ വായിക്കുമ്പോ ശ്രദ്ധിക്കുന്നില്ലേ കുട്ടികളെ? ഏഞ്ചൽ, ഏബലിന് മനസ്സിലായിട്ടില്ല? ഏബൽ അൺമ്യൂട്ടായി. ഏബൽ, സഹാറ മരുഭൂമിയുടെ തെക്കുള്ള പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷിരാസത്തിന് പല പ്രത്യേകതകളും ഉണ്ട്. ഇത്രയും വലിപ്പമുണ്ടെങ്കിൽ ഒട്ടകപക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരു തരം പുൽച്ചെടിയാണ് ഇവരുടെ പ്രധാനമായ ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായ ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപക്ഷികൾ ചരൽ കല്ലുകൾ കൊത്തിവിഴുങ്ങാറുണ്ട്. ചരൽ കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ട ജന്തു ഒട്ടകപക്ഷി കൊത്തിവിഴുങ്ങും. പിന്നുകൾ, അടപ്പുകൾ, കമ്പി കഷ്ണങ്ങൾ എന്ന് വേണ്ട ടെന്നീസ് പന്തുകൾ വരെ അവൻ ഇങ്ങനെ വിഴുങ്ങുമത്രേ. വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപക്ഷികൾക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിന് അത്ഭുതകരമായ ഫലമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഇല്ല. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപക്ഷിയെയും സ്വീകരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപക്ഷി തല മണ്ണിൽ ഊഴ്ത്തിവെക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷെ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ശരീരഭാഗം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപക്ഷിക്ക് കൂട്ടുണ്ട്. ആസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കക്കാരനായ പ്രിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപക്ഷിയുടെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പോ ഇന്ന് വായിക്കാത്തവര് നെക്സ്റ്റ് ദിവസം വായിക്കണം. അതുകൊണ്ട് കുറഞ്ഞൊരു 3 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ഇതിന്റെ അർത്ഥവും പര്യായപദവും ഒക്കെ പറയാം കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികളും, ഇന്ന് വായിക്കാത്ത കുട്ടികളൊക്കെ അടുത്ത ക്ലാസ്സിൽ വായിക്കണം. അപ്പൊ നല്ലപോലെ വായിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. എല്ലാവരോടും ബൈ. ബൈ മിസ്. See you. Okay. Bye miss. Bye. Bye miss. Bye. See you.